ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? അപ്പം നമ്മളിന്ന് എറണാകുളത്തിന് പോവുക കേട്ടോ. ആ പോകുന്നതിൻ്റെ രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തൊക്കെ കോപ്രായങ്ങളല്ലേ. പട്ടി ഷോ എന്നൊക്കെ പറയാം ഏകദേശം. ഇപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് പട്ടി ഷോ എന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളിപ്പോൾ എന്ത് ഷോ എന്ന് പറഞ്ഞാലും എനിക്കതൊന്നും വിഷയമല്ല. എന്തായാലും നമ്മളിത് കണ്ടിന്യൂ തന്നെ ചെയ്യും. അങ്ങനെ എറണാകുളത്തേക്കുള്ള യാത്രയിൽ നല്ല മഴയുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മഴയില്ലായിരിക്കും, ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മഴയുണ്ടായിരിക്കും. അങ്ങനെയാണ്. അപ്പം ഭവ്യയ്ക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. എക്സാം എഴുതിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവൾ നീറ്റിൻ്റെ കോച്ചിങ് ഉണ്ട്. അപ്പം കോച്ചിങ്ങിൻ്റെ ഇടപ്പള്ളി ബ്രാഞ്ചിലാണ്, ആകാശിലാണ് പഠിക്കുന്നത്. അപ്പം അവൾ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ എക്സാം എഴുതാൻ നമ്മൾ അങ്ങ് എറണാകുളത്തിന് കൊണ്ടുപോകണം കേട്ടോ. അപ്പം അങ്ങനെ എഴുതാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ സൺഡേ ആയിരുന്നു ആ എക്സാം. അപ്പം പോകുമ്പം ഒന്നിച്ചൊരു യാത്രയല്ലേ. പക്ഷേ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തുമാത്രം പൈസ ചിലവാകുമെന്നറിയാമോ? പിന്നുണ്ടല്ലോ, ഭവ്യ ഇതിനകത്തിരുന്ന് പഠിക്കുന്നുണ്ട്. എന്താണോ എന്തോ ആർക്കറിയാം. മാർക്ക് വരുമ്പോൾ അറിയാം അവൾ ഈ പഠിച്ചതിൻ്റെ എന്തോ വന്ന്. അവൾ കേൾക്കണ്ട. ഗൾഫിൽ പോകുമ്പോൾ ഉള്ള ആ ഓർമ്മകളാണ് വരുന്നത്. എറണാകുളത്തിന് പോകുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണ് ഗൈസ്? ഞങ്ങൾ വെക്കേഷൻ പോകും. എന്തൊക്കെ ഷോയല്ലേ. എനിക്ക് വയ്യ. പക്ഷെ വിചാരണ നോക്കട്ടെ, വിചാരണ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വെരി സീരിയസ് ഡ്രൈവിങ്. പിന്നെ അവയുടെ പല്ല് പ്രേതത്തിൻ്റെ പല്ല് വരുന്നുണ്ട്. അപ്പോൾ ഭവിയുടെ 4 പല്ലെടുത്തിട്ടുണ്ട്. പല്ലെടുത്തതിന് ശേഷമുള്ള പല്ല് കമ്പിയിട്ടിട്ട് പ്രേതം, ഞാൻ കളിയാക്കുമായിരുന്നു, പ്രേതത്തിനെ പോലുണ്ടെന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴി നല്ല മഴയായിരുന്നു. പിന്നെ നമുക്ക് രാവിലത്തെ ഫുഡ് എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ ഒരു ആര്യാസ് കണ്ട് നമ്മളവിടെ നേരെ ചാടിക്കയറി. നിങ്ങൾ എൻ്റെ കെട്ടിയവൻ്റെ ഫേസ് കണ്ടായിരുന്നോ? ആ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ തച്ചിനിരുന്ന് വീഡിയോ എടുക്കുകയും ചെയ്തു. അവിടെ ആയതുകൊണ്ട് നമുക്കിട്ട് ഇടി കിട്ടത്തില്ലല്ലോ, അത് ഉറപ്പുള്ളതുകൊണ്ട് ആ സമയത്ത് നല്ല കാര്യമായിട്ട് അങ്ങ് എടുത്ത്. പിന്നെ നമ്മൾ 3 പേരും മസാല ദോശയും ഒരാൾ നെയ്റോസ്റ്റുമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നെയ്റോസ്റ്റ് പവിക്ക് കഴിക്കാൻ എളുപ്പമായിരുന്നു, കാരണം ഈ പല്ലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നെയ്റോസ്റ്റ് അവൾ കഴിച്ചത്. ഞങ്ങളെല്ലാവരും മസാല ദോശയും ഒരു കോഫിയും കുടിച്ചു. എടുത്തോ. ഈ രാവിലെ 8 മണിയായപ്പോൾ ഐസ്ക്രീം തിന്നുന്ന പിള്ളേർ ഇവർ മാത്രമേ കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഐസ്ക്രീം ഈ മഴയത്ത് ഐസ്ക്രീമും എടുത്ത് 2 എണ്ണം തിന്നുന്ന കണ്ട്. നമ്മളിത് എറണാകുളത്തേക്ക് എത്തി. നമ്മുടെ മെട്രോ ട്രെയിൻ പോകുന്ന പാലം കണ്ടല്ലോ. എറണാകുളം എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടിയും ഞങ്ങളിപ്പോൾ കുറേ നാൾ കൂടി കാണുന്നതുകൊണ്ടായിരിക്കും നമുക്കിതെല്ലാം വലിയ പുതുമയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇടപ്പള്ളി ബ്രാഞ്ചിൽ നമ്മൾ ആദ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ മാപ്പൊക്കെ വെച്ചാൽ പോകുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സ്ഥലം അറിയത്തില്ല. അപ്പം ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ. അതുകൊണ്ട് മാപ്പ് വെച്ച്, എൻ്റെ മാപ്പാങ്കിൽ തല തിരിഞ്ഞാണ് വരുന്നത്. അപ്പോൾ അത് പറയാമായിരുന്നു, നിന്നെപ്പോൾ തന്നെ തലതിരിവാന്ന്. അപ്പോൾ ഈ നിൽക്കുന്ന ഈ തുടച്ച് തരുന്ന പിള്ളേരാണ്. അവരോട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും തുടച്ചേ. അപ്പോഴത്തേക്ക് ബിജുവിന് അങ്ങ് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദേഷ്യപ്പെടേണ്ട, അവന് എന്തെങ്കിലും പൈസ കൊടുത്തു വിട്ടേക്ക്. ബിജുവിന് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് വാശിയായിരുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും കൊടുത്തു വിട്ടേക്ക്, സാരമില്ല, ക്ഷമിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ടും ബിജുവിന് ചോദിച്ചു, നീ എന്നോട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ചെയ്തെന്ന്. അപ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽക്കും. ഞാൻ പറഞ്ഞു, പൈസ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കൊടുത്ത് വിട്ട് കേട്ടോ. കൂട്ടത്തിൽ പിള്ളേരും കൂടെ പറയും അവനത് ചെയ്യേണ്ട കാര്യമുണ്ട്. അച്ചുവപ്പ എന്ന് പറഞ്ഞ്, ഞാനാണെങ്കിൽ ഇന്നലെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വണ്ടി നശിപ്പിച്ച് കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുക്കന് തുടങ്ങുക. പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഭയങ്കര സിമ്പതിയാണ്. ഞാൻ പറയും, പൈസ കൊടുക്കുന്നു. എന്തായാലും വിജയനെ 2 പറഞ്ഞിട്ടാണെങ്കിലും അവന് പൈസ കൊടുത്ത് വിട്ട്, എൻ്റെ പറച്ചിൽ കൊണ്ട്. ഇവിടെ സൺഡേ ആയിട്ട് പോലും എന്തൊരു തിരക്കാന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അഭി പറയായിരുന്നു, നമുക്ക് എറണാകുളത്ത് വന്ന സമയത്ത് നമ്മൾക്ക് വീട് വെച്ചാൽ മതിയായിരുന്നു, കോട്ടയത്ത് വേണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ എന്ത് ഫ്രീ ആയിട്ട് ആൾക്കാർ നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഇടപ്പള്ളിയിലേക്കാണെങ്കിലും പോയി പഠിക്കാമായിരുന്നു. അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ കോട്ടയത്തില്ലല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾക്ക് ഇവിടെ സ്ഥലമുണ്ട്, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഒരു വീട് വെച്ചാൽ മതിയായിരുന്നു എന്ന് ഞാനും പറയുമായിരുന്നു. എന്നാ ചെയ്യുന്നത്, അതൊക്കെ നമ്മുടെ ഓരോന്ന് തലയിൽ വരച്ച് വെച്ചേക്കുന്ന പോലെയല്ലേ വരത്തുള്ളൂ. അപ്പോൾ കല്യാണത്തിന് മുമ്പ് കുറച്ച് നാൾ ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ആയിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്.
ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ റവന്യൂ ഓഫീസറായിട്ടായിരുന്നു റിട്ടയർഡ് ആയത്. എറണാകുളത്ത് നിന്നായിരുന്നു റിട്ടയർഡ് ആയതൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് നാൾ നിന്നുള്ള പരിചയമുണ്ട്. അപ്പോഴത്തേക്കും തന്നെ എനിക്കറിയാമായിരുന്നു എന്ത് ഫ്രീഡം ആയിട്ടുള്ളൊരു സ്ഥലം. കാരണം നമ്മുടെ പുറകെ നമ്മളെന്ത് ശ്രദ്ധിക്കാൻ അറിയില്ല. പക്ഷെ അതേസമയം നമ്മുടെ കോട്ടയത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ലല്ലോ. നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ നോക്കുമല്ലോ. അതേസമയം എറണാകുളത്തൊക്കെ അതൊന്നും ഒരു വ്യക്തിയെ നോക്കുന്നില്ല. എല്ലാവരും ബിസിയാവും. എല്ലാവരും ജോലിക്കുള്ള പോക്കും അങ്ങനെയുള്ള ആർക്കും ആരും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭവിക്കും അത് ഫീൽ ചെയ്തു. ഭവി അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്കിവിടെ മതിയായിരുന്നു, ഇവിടെ സ്ഥലം മേടിച്ച് താമസിച്ചാൽ മതി. അപ്പം നമ്മളിത് ആകാശിലേക്ക് എത്തി കേട്ടോ. അവിടെ എത്തി മേളിലേക്ക് കയറി പോവാണ്. അപ്പോഴത്തേക്ക് പവി പറയും എൻ്റെ നെഞ്ചിടിക്കുന്നു, എനിക്ക് പേടിയാവുന്നു. ഇത്ര നേരം അവൾക്ക് ഒരു പേടിയൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് അവൾക്ക് പേടിയായി, ടെൻഷനായി. ഞങ്ങൾ പിന്നെ ടെൻഷനൊന്നും കൊടുക്കത്തില്ല, കൂളായിട്ട് എഴുതുക. നമ്മൾ പഠിക്കാൻ പോലും പറയാറില്ല പവിയോട്. പവിക്ക് അത്രയും ഫ്രീഡമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവൾ പഠിച്ചാൽ അവൾക്ക് കൊള്ളാം. കാരണം ചില വീട്ടിലെ പാരൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധിച്ച് പഠിപ്പിച്ച് പ്രഷർ കൊടുത്ത് പഠിപ്പിക്കുന്ന പാരൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതേ രീതിയിലൊന്നുമില്ല. നിനക്ക് പഠിക്കാവുന്ന പോലെ പഠിക്കുക, ജയിക്കുക. കാരണം നിൻ്റെ ഭാവിയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. എഴുതുവാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ കുറേ നേരം ആകാശത്തിലിരുന്നപ്പോൾ നമുക്ക് ബോറടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഓർത്ത് ലുലുവിലൊന്ന് കയറാമെന്ന്. അപ്പോൾ അവയെ പ്രത്യേകം പറഞ്ഞായിരുന്നു എവിടെ പോയാലും ലുലുവിൽ പോകരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ലുലു അല്ലാതെ വേറൊരു മാർഗ്ഗം നമുക്ക് കയറിയിരിക്കാനില്ലല്ലോ. ഇത്രയും സമയം എടുക്കുകയും ചെയ്യും. 10 തുടങ്ങിയ എക്സാം 1:30 വരെയായിരുന്നു. അപ്പോൾ അത്രയും ടൈം നമ്മളോട് ഇരിക്കണ്ടേ. അങ്ങനെ ചെന്നു. മാക്ഡൊണാൾഡ്സിൽ കയറി പാച്ചു എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ എപ്പോഴും ഇവിടെ കച്ചയും മോനും തമ്മിൽ. അപ്പോഴത്തേക്ക് അവൻ പിണങ്ങി മാറിപ്പോയി അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ അവനെ തോണ്ടി വിളിച്ച് അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഇവർ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് അപ്പനും മോനും. എന്നെ വീഡിയോയിൽ കാണിക്കില്ലെന്ന് പറഞ്ഞ് പുറകെ നിൽക്കുമായിരുന്നു. അവന് ഭയങ്കര ചമ്മൽ. പിന്നെ നമ്മൾ ലുലുവിൽ കയറി എല്ലാത്തിനും ഭയങ്കര വില. അയ്യോ. പിന്നെ കുറച്ച് 2 പില്ലോ മേടിച്ചു, ഡോർമാറ്റ് മേടിച്ചു. പിന്നെന്തുവാ അങ്ങനെ പിന്നെ കുറച്ച് ബദാം, പിസ്ത അതൊക്കെ മേടിച്ചു കേട്ടോ. അത് അച്ചാറിന് വേണ്ടി മേടിച്ചതാണ്. നമ്മൾ പിന്നെ അവിടെ നിന്നാണല്ലോ മേടിക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്തതാടാ നമ്മൾ നടക്കുന്നത്. അപ്പോഴത്തേക്ക് അവനെടുത്ത തല തിരിഞ്ഞായിപ്പോയി. കമ്മലിൻ്റെ കളക്ഷനൊക്കെ നല്ല ഒരുപാടുണ്ട് കേട്ടോ. ബിജോൺ എന്നോട് പറഞ്ഞു ആവശ്യത്തിന് എടുക്കുക, ഇഷ്ടമുള്ള എടുക്കുക. പക്ഷേ എനിക്കൊന്നും എടുക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം ആകപ്പാടെ മേടിച്ച് അവിടെ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ട. അവർക്ക് ചോക്ലേറ്റൊക്കെ ഇഷ്ടം പോലെ കാണും. കാരണം ഗൾഫിൽ വന്നതല്ലേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഒന്നും മേടിച്ചില്ല. കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി നമ്മൾ പോവുക. കാരണം ഭവി അവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുവാണ്. അവിടെ ഇറങ്ങി വന്നാലേ ഉള്ളൂ നമ്മൾ സെക്യൂരിറ്റി അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. പിന്നെ ഇനി അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാണ് അവരുടെ വീട് കേട്ടോ. പിന്നെ അടിപൊളി വീടാണ്. 3 പിള്ളേരുണ്ട് കേട്ടോ. 3 പിള്ളേരും ഇവരുടെ കളിക്കൂട്ടുകാരാണ് ശരിക്കും പറഞ്ഞാൽ സൗദിയിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ പോയിരുന്നു. അവർ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ തന്നു, കഴിച്ചു. നേരെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴും അവിടെ നിന്ന് ഇറങ്ങി. അവിക്കൊന്നും വേണ്ടെന്ന് കണ്ടോ. ഇതാണ് കണ്ടോ. ഒരു സാധനം മേടിച്ചു കൊടുക്കാന്ന് വെച്ചാൽ ആള് പറഞ്ഞുണ്ടോ കേട്ടോ വിജി. പോയപ്പോൾ എന്ത് നല്ല കോലമായിരുന്നല്ലോ. ഇപ്പോഴത്തെ കോലം കണ്ടോ. അപ്പോൾ ഈ ബിൽഡിങ് ഓർമ്മയുണ്ടെന്ന് എനിക്കതിൽ എല്ലാവരും റീൽസിനകത്തൊക്കെ കാണിക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ഇങ്ങനെ പണിതിട്ട് ഇതുപോലെ കിടക്കുന്നത്, എന്തോ പ്രേതം ഉണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. ഈ പുള്ളിക്കാരനെ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞൊരു ഇപ്പോഴും റീൽസിനകത്തൊക്കെയാണ്. അപ്പോൾ ആ വീഡിയോ അല്ല, ആ ബിൽഡിങ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു. നമുക്ക് റൂട്ടും മാറിപ്പോയി. നമ്മൾ ചേർത്തല റൂട്ടാണ് വന്നത്. അതുകൊണ്ട് വഴിയെല്ലാം ഭയങ്കര മോശമായിരുന്നു. അവിടെ വഴിപ്പണി നടക്കുന്നുണ്ട്. വഴിപ്പണിയല്ല, നമ്മുടെ റോഡ് പണി നടക്കുക. മേളിക്കൂടെ മേൽപ്പാലം വരിക. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് ഈ പോകുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ റൂട്ട് മാപ്പ് തെറ്റിച്ച് കളഞ്ഞെന്ന് പറഞ്ഞാൽ മതി. തലയോലപ്പറമ്പ് വഴി വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ദൂരവും ഇല്ലായിരുന്നു, നല്ല വഴിയായിരുന്നു. പക്ഷെ ചേർത്തല വഴി വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചേർത്തല താണ്ടി നമ്മൾ കുമരകം റൂട്ട് വഴിയാണ് വന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കളേഴ്സ് ട്രെൻഡ്സ് കണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ള കളേഴ്സ് ട്രെൻഡ്സ് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. അങ്ങനെ കളേഴ്സ് ട്രെൻഡ്സ് കണ്ടു. അപ്പോൾ വരുന്ന റൂട്ട് മാറിപ്പോയപ്പോൾ എന്ന് അറിഞ്ഞപ്പോഴേ എനിക്ക് സന്തോഷമായി. കളേഴ്സ് ട്രെൻഡ്സ് ഒന്ന് കാണാമല്ലോ. കാരണം നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രമല്ലേ നിഷ സൂരജിനെ അവരുടെ കടയൊക്കെ കണ്ടിട്ടുള്ളൂ. അതാണ് കളേഴ്സ് ട്രെൻഡ്സ് കേട്ടോ. ഞാൻ ഒരുപാട് ചുരിദാർ എടുത്തിട്ടുണ്ട് കേട്ടോ കളേഴ്സ് ട്രെൻഡ്സ്. എൻ്റെ ചുരിദാർ മിക്കതും കളേഴ്സ് ട്രെൻഡ്സിലെയാണ്. അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കട കാണാൻ പറ്റിയില്ലേ. അങ്ങനെ ഇതാണ് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടേ. അപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. എന്തൊരു ആഴമായിരിക്കും. അപ്പം ഷട്ടറാന്നൊക്കെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു വിജുവണ്ണന്. അപ്പം ഞാനും കുറച്ച് കഥകളൊക്കെ എനിക്ക് ഓർമ്മകളുണ്ട് ഈ ഒരു വഴി.
അവിടെ സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചപ്പോൾ അവിടെ മീൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിരിക്കും കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം പിന്നെ അവിടെ നിർത്തിയിട്ട് ഇവർ നോക്കാൻ പോയി കേട്ടോ. അപ്പം പക്ഷേ ഒന്നുമില്ലായിരുന്നു, വെറുതെ ആയിരുന്നു. തലവേദനയാണ് ഗൈസ്, തലവേദനയാണ്. കുറച്ച് നേരം നിങ്ങൾ ഭവ്യയുടെ ഷോ കണ്ടല്ലേ. അപ്പോൾ എൻ്റെ കാര്യം പോക്കായി. എനിക്ക് തലവേദന എടുക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അങ്ങനെ ഞാൻ കമ്മെന്നടിച്ച് എൻ്റെ കാര്യം ഫ്ലാറ്റായി. കാരണം എനിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാറിലൊക്കെ ഇരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഞാൻ വ്ളോഗ് എടുക്കാനൊക്കെ ആണെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അതൊക്കെയാണ് നിങ്ങൾ ഈ എക്സ്പ്രഷൻ കാണുന്നത്. ഞാൻ പറയാം, നിന്ന് വന്നിട്ട് നല്ലതായിട്ടൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ഭവ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ സമയം എനിക്ക് അവൾ ഫോട്ടോ ഒക്കെ എടുത്തു തന്നെ. നിങ്ങളെ രണ്ടിനെയും വെറുതെ കൊണ്ടുവന്ന കൂട്ടത്തിൽ തലവേദന എടുത്തിരിക്കും ഭവ്യ. അങ്ങോട്ട് പോയ കോലം എങ്ങനെയായിരുന്നു? ഫോട്ടോ പോലും എടുത്തില്ല ഞാൻ. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒന്നും എടുത്തില്ല. ഉറക്കം വരുന്നു ഗൈസ്. അവർ മീൻ നോക്കാൻ വേണ്ടി പോയേക്കും, അവർക്ക് കരിമീൻ മേടിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പം കെട്ടിയവൻ പറയുക എല്ലാത്തിനും ഇങ്ങനെ നോ പറയിപ്പിച്ച് എനിക്കിഷ്ടമുള്ളതൊന്നും മേടിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്നാൽ ആട്ടം നോക്കി ഞാൻ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ച് വന്നിട്ട് അവർ മേടിക്കാൻ പോയി. ഭയങ്കര തലവേദനയാണ് ഇന്നത്തെ പോക്ക്, യാത്ര കൂടുതൽ. ഇത് നമ്മളോട് ചേർത്തല റോഡാണ് കേട്ടോ, തണ്ണീർമുക്കം ബണ്ട് അവിടെ ആ വഴി ഞങ്ങൾ വന്ന്. ഉറക്കം വരുന്നത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പക്ഷെ ഞാൻ പേടിയെന്ന് പറഞ്ഞാൽ വെള്ളമല്ലേ, അതുകൊണ്ടുള്ള പേടിയാണ്. പിന്നെ ഞാൻ പഠിച്ചെവിടെയാണ് കേട്ടോ, ചേർത്തലയിലായിരുന്നു നേഴ്സിംഗ് പഠിച്ചത്. അപ്പം ആ ഓർമ്മയൊക്കെ ഞാൻ പറയുമായിരുന്നു. അന്ന് അവിടുന്ന് ഈ ബണ്ടിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് അപ്പുറം കിടക്കുമ്പോൾ എനിക്ക് പിന്നെ അവിടെ ചെല്ലുമ്പോൾ കൈയും കാലും മുഖമൊക്കെ ഇങ്ങനെ നീര് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം എനിക്ക് ഈ അലർജി എല്ലാം കിട്ടിയത് ജനറ്റിക്കാ. എനിക്ക് പക്ഷെ ഇപ്പം അലർജിക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴല്ലേ, അപ്പം ചിലപ്പോൾ അതുപോലെ മാറുമായിരിക്കും ഭവ്യയുടെ. തുമ്മല് മുഖമൊക്കെ പിടിച്ചാൽ തടിച്ചു വരും, എവിടെ പിടിച്ചാലും തടിച്ചു വരും. പിന്നെന്താ എല്ലാം പ്രശ്നമാണ്. സ്കിൻ ഫുള്ള് പ്രശ്നമായി. ഈ കാണുന്ന പോലെ ഒന്നും അല്ല, അത്ര ക്ലിയർ ഒന്നും അല്ല എൻ്റെ സ്കിൻ. പല്ലെടുത്ത് തലവേദനയാണ് ഗൈസ്, തലവേദന. നമ്മൾ നമ്മുടെ പഴയ റിയാദിലുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, അവരുടെ വീട്ടിൽ പോയി ഫുഡൊക്കെ തട്ടി, പിള്ളേരെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ ഭവ്യയുടെ എന്താ പറയുന്നത് കളിക്കൂട്ടുകാർ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് വഴി തിരിഞ്ഞു പോയി. ഈ വഴിയിലായി പോയി വന്നത്. നമുക്ക് ശരിക്കും തലയോലപ്പറമ്പ് ആ റൂട്ടിൽ കൂടെ വന്നാൽ മതിയായിരുന്നു, തൃപ്പൂണിത്തറ. പക്ഷെ എന്നാ ചെയ്യാനാ. അപ്പം ശരി, ഇന്നത്തെ വ്ളോഗ് നമ്മുടെ ഇവിടെ അവസാനിക്കുക കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വ്ളോഗ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് തിരിച്ചപ്പോൾ തന്നെ എൻ്റെ വിധം അങ്ങ് മാറി. എനിക്ക് തലവേദന കൂടി, പിന്നെ ഛർദിലൊക്കെ ആയി. അങ്ങനെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ഫ്ലാറ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.